ഹായ് ഓൾ, ഞാൻ ഡോക്ടർ ഹർഷ. സൈനസൈറ്റിസ് എല്ലാവരും കേട്ടിട്ടുള്ള വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു അസുഖമാണ്. അപ്പോൾ എന്താണ് ഈ സൈനസൈറ്റിസ്, അതിൻ്റെ കാരണങ്ങൾ, ലക്ഷണങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. സൈനസൈറ്റിസ് എന്ന് പറയുന്നത് സൈനസിന് വരുന്ന ഇൻഫ്ലമേഷൻ. അപ്പോൾ എന്താണ് ഈ സൈനസുകൾ എന്ന് പറയുന്നത്? നമ്മുടെ തലയോട്ടിയിൽ കാണുന്ന വായു നിറഞ്ഞ അറകളെയാണ് സൈനസുകൾ എന്ന് പറയുന്നത്. 4 പെയർ സൈനസുകളാണ് നമുക്കുള്ളത്. ഈ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും സൈഡിലായിട്ട് കാണപ്പെടുന്ന സൈനസുകളെ മാക്സിലറി സൈനസ് എന്നാണ് പറയുന്നത്. നെറ്റിയിൽ കാണപ്പെടുന്ന സൈനസ് ഫ്രോണ്ടൽ സൈനസ് ആണ്. മൂക്കിൻ്റെയും കണ്ണിൻ്റെയും ബാക്ക് സൈഡിലായിട്ട് കാണപ്പെടുന്ന സൈനസുകളെ എത്മോയിഡ് സൈനസുകൾ എന്ന് പറയുന്നു. മൂക്കിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് കാണപ്പെടുന്ന സൈനസുകളെ സ്ഫീനോയിഡ് സൈനസുകൾ എന്നാണ് പറയുന്നത്. സൈനസുകളുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ശ്വസിക്കുന്ന വായു ഈർപ്പമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മൂക്കിലുള്ള ഈർപ്പം നിലനിർത്തുന്നു. പിന്നെ നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ ഉണ്ടാകുന്ന അലർജൻസിനെയും പത്തോജൻസിനെയൊക്കെ നശിപ്പിച്ച് കളയുക. നമ്മുടെ സൗണ്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുക. ഈ സൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സൈനസിന് എന്തെങ്കിലും ഒരു ഇൻഫ്ലമേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൗണ്ട് അടയുന്നതായിട്ട് തോന്നാറുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അതോടൊപ്പം തന്നെ തലയുടെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക, തലയിലുള്ള പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഈ സൈനസുകളിൽ എപ്പോഴും കഫം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. അങ്ങനെ ഈ കഫം ഒരു പ്രത്യേക ഓപ്പണിംഗ് വഴി മൂക്കിലോട്ട് എത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പണിങ്സിന് എന്തെങ്കിലും ഒരു ബ്ലോക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കഫം അവിടെ കെട്ടിക്കിടക്കുകയും ക്രമേണ അതിൽ പഴുപ്പും ഇൻഫെക്ഷനൊക്കെ വന്നിട്ട് സൈനസിന് ഇൻഫ്ലമേഷൻ, ഒരു നീർക്കെട്ട് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് സൈനസിന് ഇൻഫ്ലമേഷൻ വരാമെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും വിട്ടുമാറാത്ത ജലദോഷമുള്ളവർക്ക്, അതുപോലെ തന്നെ അലർജിയൊക്കെ ഉള്ളവർക്ക്, ഇപ്പോൾ പൊടിപടലങ്ങൾ, അതുപോലെ തന്നെ ഈ പൊള്ളൻ ഗ്രെയിൻസ്, പൂമ്പൊടിയുടെ അലർജിയൊക്കെ ഉള്ള ആൾക്കാർക്ക് സൈനസൈറ്റിസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ ഫംഗൽ ഇൻഫെക്ഷൻ, വൈറസ് ഇൻഫെക്ഷൻ, ബാക്ടീരിയൽ മൂലമുണ്ടാകുന്ന ഇൻഫെക്ഷനൊക്കെ സൈനസൈറ്റിസിന് വഴിവെക്കുന്ന ചില കാരണങ്ങളാണ്. മറ്റു പ്രധാനപ്പെട്ട കാരണങ്ങളാണ് മൂക്കിലുണ്ടാകുന്ന ദശവളർച്ച, ചില പോളിപ്പുകളൊക്കെ ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ മൂക്കിൽ വല്ല ട്യൂമേഴ്സൊക്കെ ഫോം ചെയ്യുന്നത്, അഡിനോയിഡ്സിനുണ്ടാകുന്ന ഹൈപ്പർട്രോഫി, മൂക്കിന് പാലത്തിനുണ്ടാകുന്ന വളവൊക്കെ ഈ സൈനസിന് ഇൻഫ്ലമേഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണമാണ്. അതോടൊപ്പം തന്നെ പുകവലിക്കുന്നവർക്ക്, പിന്നെ മൂക്കിലെപ്പോഴും മൂക്കുപൊടി യൂസ് ചെയ്യുന്ന ആൾക്കാർ, പിന്നെ അന്തരീക്ഷ മലിനീകരണം, ഇതൊക്കെ സൈനസൈറ്റിസിന് ഇൻഫ്ലമേഷൻ വരാനുള്ള കാരണങ്ങളായിട്ട് നമുക്ക് പറയാം. ഇനി എന്തെല്ലാമാണ് സൈനസൈറ്റിസ് ഉണ്ടായാൽ ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെന്ന് നോക്കാം. പ്രധാനമായിട്ടും തലയ്ക്കുണ്ടാകുന്ന വേദന, അതുപോലെ തന്നെ കനമൊക്കെ. നമ്മൾ കുനിഞ്ഞ് എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻസിനാണെങ്കിൽ അവിടെ വളരെയധികം ഭാരം, അതുപോലെ തന്നെ വിങ്ങുന്ന പോലെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ മൂക്ക് എപ്പോഴും അടഞ്ഞിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കുക. പിന്നെ എപ്പോഴും മൂക്കിൽ നിന്ന് വെള്ളം വരുന്ന ചില ലക്ഷണങ്ങളും ചില ആൾക്കാർക്ക് കാണിക്കാറുണ്ട്. പിന്നെ സ്മെല്ല് നഷ്ടപ്പെടുന്നത്, ടേസ്റ്റിനുണ്ടാകുന്ന വ്യത്യാസം, സൗണ്ട് അടഞ്ഞു പോകും, വിട്ടുമാറാത്ത ചെവി വേദന, ചെവിക്ക് ചൊറിച്ചിൽ, എപ്പോഴും ചെവിയിൽ ഇൻഫെക്ഷൻ വന്നുകൊണ്ടിരിക്കുക, പിന്നെ പല്ലിനുണ്ടാകുന്ന വേദനകൾ, നിർത്താതെയുള്ള ചുമ, പനി, ഇതൊക്കെ ഈ സൈനസൈറ്റിസ് ഉള്ള പേഷ്യൻസിന് വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന സിംറ്റംസ് ആണ്. അമിതമായിട്ടുള്ള ക്ഷീണം, മൂക്കിൽ നിന്ന് എപ്പോഴും കഫം തൊണ്ടയിലോട്ട് ഇറങ്ങി വരിക, അതേപോലെ തന്നെ തൊണ്ടയിലും മൂക്കിലും ഉണ്ടാകുന്ന കഫം പച്ച കളറിലും അതുപോലെ തന്നെ മഞ്ഞ കളറിലൊക്കെ കാണപ്പെടുന്നുണ്ടായിരിക്കും. മൂക്കിനും കണ്ണിനും എപ്പോഴും ചൊറിച്ചിലുണ്ടാവുക, അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ തുടങ്ങിയവ. സൈനസൈറ്റിസ് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ ഇവിടെ വിശദീകരിക്കാം. പ്രധാനമായിട്ടും ഈ സൈനസൈറ്റിസ് ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് മാക്സിമം ഒഴിവാക്കുക, അല്ലെങ്കിൽ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ആദ്യം തന്നെ ചെയ്യാനുള്ളത്. പിന്നെ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു ശീലം ഉള്ളവരാണെങ്കിൽ അത് മാക്സിമം ഉപേക്ഷിക്കാൻ തന്നെ നോക്കുക. കാരണം ഈ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ സൈനസിന് ഇൻഫ്ലമേഷൻ കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനിയിപ്പോൾ എണ്ണ തേച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഷാമ്പു അല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ചിട്ട് മാക്സിമം കഴുകി കളയാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ എണ്ണ തേച്ചിട്ട് വെയിലത്തുള്ള നടത്തം ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക. കിടക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ തല എപ്പോഴും കുറച്ച് മുകളിലോട്ട് പൊന്തിച്ച് നിർത്തി കിടക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതായത് ഈ പില്ലൊക്കെ യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.
മസാലകൾ, എരിവുകളൊക്കെ മാക്സിമം ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുക. വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ആവി പിടിക്കുന്നത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. ഈ ആവി പിടിക്കുമ്പോൾ അതിൽ ഉപ്പോ അല്ലെങ്കിൽ മഞ്ഞളൊക്കെ ഇട്ടിട്ട് ആവി പിടിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ തുളസിയിലയും പനിക്കൂർക്കടയിലൊക്കെ നമുക്കതിൽ ആവി പിടിക്കുന്ന വെള്ളത്തിൽ ചേർക്കാവുന്നതാണ്. പിന്നെ ഈ മോസ്കിറ്റോ റെപ്പലൻസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് മാക്സിമം ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പുകവലിക്കുന്നവരും അതോടൊപ്പം തന്നെ മൂക്കുപൊടിയൊക്കെ ഉപയോഗിക്കുന്നവർ മാക്സിമം അത് ഒന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് സൈനസൈറ്റിസ് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. താങ്ക്